ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च हे कृष्णकरुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधाकान्दा नमोऽस्तुते तप्तकाञ्चनगौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത 13-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 19 അല്ലേ? ഓക്കെ. ശ്ലോകം 19 ശ്രീ ഭഗവത്ഗീത 13-ാമത്തെ അധ്യായം. इति क्षेत्रं तथा ज्ञानं ज्ञेयं चोक्तं समासतः मद्भक्ता एतद्विज्ञाय मद्भावायोपप्यते मद्भावयोपपद्यते। इति क्षेत्रं तदा ज्ञानं ज्ञेयं चोक्तं समासतः मद्भक्ता एतत् विज्ञाय मद्भावायोपपद्यते। इति क्षेत्रं तथा ज्ञानं ज्ञेयं चोक्तं समासतः मद्भक्ता एतद्विज्ञाय मद्भावायोपपद्यते। हरे कृष्णा. Yes. ओम नमो भगवते वासुदेवाय. श्लोकं 19. इति क्षेत्रं तदा ज्ञानं ज्ञेयं चोक्तं समासदः मद्भक्ता एतद्विज्ञाय मद्भावायोपपद्यते. हरे कृष्णा. ओम नमो भगवते वासुदेवाय. इति क्षेत्रं तदा ज्ञानं ज्ञेयं चोक्तं समासदः मद्भक्त एतद्विज्ञाय मद्भावायोपपद्यते. हरे कृष्ण प्रभुजी. हरे कृष्ण प्रभु. नमो भगवते वासुदेवाय. इति क्षेत्रं तथा ज्ञानं ज्ञेयं चोक्तं समासदः मद्भक्ता एतद्विज्ञाय मद्भावायोपपद्यते. हरे कृष्ण. ओके. विवर्तनं भावार्थं. हरे कृष्ण. വായിക്കട്ടെ പ്രഭുജി? യെസ്, വായിക്കൂ.
കർമ്മക്ഷേത്രം, ശരീരം, ജ്ഞാനം, ജ്ഞേയം എന്നിവയെപ്പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എൻ്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. ശരീരം, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റി ഭഗവാൻ ചുരുക്കി പ്രതിപാദിച്ചുവല്ലോ. 3 വിഷയങ്ങളുടെ സങ്കലനമാണ് ഈ ജ്ഞാനം. അറിയുന്നവൻ, അറിയേണ്ടത്, അറിവിന്റെ പ്രക്രിയ എന്നിങ്ങനെ 3 ഘടകങ്ങളുടെ സങ്കലനം. ഇവ 3 ചേരുമ്പോൾ വിജ്ഞാനം അഥവാ ജ്ഞാനശാസ്ത്രമാകുന്നു. പരിപൂർണമായ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് വിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് അതിനു വേണ്ടുന്ന കഴിവില്ല. അവസാനത്തിൽ 3 ഘടകങ്ങളും ഏകീഭവിക്കുമെന്ന് അദ്വൈതികൾ പറയുന്നുണ്ടെങ്കിലും ഭക്തന്മാർ ആ വാദം സ്വീകരിക്കയില്ല. ജ്ഞാനവും ജ്ഞാനത്തെ വളർത്തലുമെന്നാൽ കൃഷ്ണാവബോധത്തിലൂടെ തന്നെ അറിയുക എന്നാണ് അർത്ഥം. ഭൗതിക ബോധമാണ് സാമാന്യേന നമ്മെ നയിക്കുന്നത്. എങ്കിലും കൃഷ്ണന്റെ പ്രവർത്തനങ്ങളിൽ പ്രജ്ഞയെ കേന്ദ്രീകരിക്കുകയും സർവവും കൃഷ്ണൻ തന്നെയാണെന്ന ബോധം ഉണരുകയും ചെയ്യുമ്പോഴേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവത് സേവനത്തെക്കുറിച്ചുള്ള തികഞ്ഞ അറിവിന്റെ പ്രഥമഘട്ടം മാത്രമാണ് ജ്ഞാനം. 15-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി വിശദീകരിക്കും. ചുരുക്കത്തിൽ മഹാഭൂതാനി എന്നു തുടങ്ങി ചോദനാധൃതിഹി എന്ന് അവസാനിക്കുന്നതുവരെയുള്ള 6ഉം 7ഉം ശ്ലോകങ്ങൾ ഭൗതിക ഘടകങ്ങളെയും ചില പ്രകടമായ ജീവലക്ഷണങ്ങളെയും വിശകലനം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇവ കൂടിച്ചേരുമ്പോൾ ശരീരം അഥവാ കർമ്മക്ഷേത്രം ഉളവാകുന്നു. അമാനിത്വം തുടങ്ങി തത്വജ്ഞാനാർത്ഥ ദർശനം വരെയുള്ള 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ 2 വിധം ക്ഷേത്രജ്ഞന്മാരെ, പരമാത്മാവിനെയും ജീവാത്മാവിനെയും അറിയാനുതകുന്ന പ്രക്രിയയാണ് വിവരിക്കുന്നത്. അനാദിമത്പരം എന്നു തുടങ്ങി ഹൃദി സർവസ്യ വിഷ്ടിതം വരെയുള്ള 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ പരമാത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ച് പ്രസ്താവിക്കുന്നു. അങ്ങനെ കർമ്മക്ഷേത്രം, ശരീരം, അത് അറിയുന്നതിനുള്ള പ്രക്രിയ, ജീവപരമാത്മാക്കൾ എന്നീ വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ 3 വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാൻ വിശുദ്ധരായ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ കഴിയൂ എന്നും ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ് ഭഗവത്ഗീത. അവർക്കാണ് പരമലക്ഷ്യമായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ പൊരുൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അഭികാമ്യമായ ഫലം ആർജിക്കാനും മറ്റാർക്കും കഴിവില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. താങ്ക് യു. സോ ഭഗവാൻ അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, അതല്ലേ പ്രഭു? പ്രകൃതി, ജ്ഞാനം, ജ്ഞേയം എന്നിവയെ കുറിച്ച് പറയാം. യെസ്, താങ്ക് യു. സോ ഇവിടെ ഭഗവാൻ പറയുന്നു, അങ്ങനെ ഞാൻ ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞേയത്തെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? അവർക്ക് എന്നിലേക്ക് എത്തുവാൻ സാധിക്കും. മദ്ഭാവായ അദ്ദേഹത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവത്തിലെത്തുവാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭഗവാനിലേക്ക് പോവാൻ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ അർജുനൻ്റെ ചോദിച്ചതിന് ശേഷം കൃഷ്ണൻ ഉത്തരം പറഞ്ഞു തുടങ്ങിയത് മുതൽ ശ്രീല പ്രഭുപാദി ഇവിടെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6-ാമത്തെ 7-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? മഹാഭൂതാനി ചേതനാധൃതിഹി, അതായത് ഭൗതിക മൂലകങ്ങളെക്കുറിച്ച് അവിടെ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ ശരീരം എന്താണ്, ക്ഷേത്രം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ആ ഭാഗത്ത് കണ്ടു. പിന്നെ അതിനുശേഷം ക്ഷേത്രത്തെക്കുറിച്ച്, പിന്നെ ക്ഷേത്രജ്ഞൻ എന്താണെന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള ക്ഷേത്രജ്ഞൻ, പരമാത്മാവും ജീവാത്മാവും, പ്രധാന ക്ഷേത്രജ്ഞനും ക്ഷേത്രജ്ഞനും അല്ലേ? അങ്ങനെ ആ വ്യത്യാസം നമ്മൾ കണ്ടു. അതിനുശേഷം ജ്ഞേയത്തെക്കുറിച്ച്, എങ്ങനെ ഈ അറിവ് നേടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് ജ്ഞാനമെന്ന് മനസ്സിലാക്കി അല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം.
അപ്പോൾ ഇതെല്ലാം പരിപൂർണമായിട്ട് മനസ്സിലാവുന്നത് ഭക്തർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള പോയിൻ്റാണ് ഭഗവാൻ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അവർ പല രീതിയിലും ഇതിനെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ വളച്ചൊടിക്കുന്നത്. എന്നാൽ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാവുന്നത് ഭക്തർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീല പ്രഭുപാദിയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഇത്രയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഭാവാർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ഹൃദയത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭഗവാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യമാണ് ശ്രീല പ്രഭുപാദി ഇവിടെ പറയുന്നത്, അല്ലേ? ഭഗവത്ഗീത ഭഗവാൻ ഓരോ ശ്ലോകങ്ങളായി പറഞ്ഞു പോയി. പക്ഷേ അത് പറയുന്ന സമയത്ത് ഭഗവാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണ് കറക്റ്റായിട്ട് എന്നുള്ളത് അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ, അല്ലേ? ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും അറിയാം. ഇപ്പം അർജുനൻ എന്താണോ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മുഴുവനും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം. അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ളവരാണ് ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ കുറേ പേര്, അതായത് ഒരുപാട് ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാവാർത്ഥം എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭഗവത്ഗീത യഥാരൂപമായിട്ട് ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാര്യത്തെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്തരല്ല, അല്ലെങ്കിൽ ആ ശുദ്ധഭക്തിയുടെ ആ ലെവലിൽ വന്നിട്ടില്ല. ശുദ്ധഭക്തർ പ്രഭുപാദിനെ പോലുള്ളൊരു ശുദ്ധഭക്തനാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് യഥാരൂപം എന്ന് പ്രഭുപാദി പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രഭുപാദി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളും ഏതെങ്കിലും ഭഗവത്ഗീത, ഫസ്റ്റ് ഓഫ് ഓൾ ഭഗവത്ഗീത എടുത്ത് വായിക്കാനുള്ളൊരു സിറ്റുവേഷൻ പോലും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സമയത്ത് സീരിയൽ കണ്ടിട്ടോ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ സമയം പാഴാക്കിയനെ. എല്ലാവരും ഇവിടെ 1 മണിക്കൂർ വന്ന് ഇരിക്കുന്നു ഭഗവത്ഗീത പഠിക്കാൻ. അത്രയും സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. സോ ഇതെല്ലാം സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മഹാകൃപയാണ്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദിയും പറയുന്നു ഭഗവാന്റെ ഭക്തർക്കാണ് ഇതെല്ലാം പ്രോപ്പർലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അടുത്ത ശ്ലോകം 20. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഹരേ കൃഷ്ണ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉഭാവപി വികാരാംശ ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരം ച ഗുണം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാം ച ഗുണാം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. വായിക്കട്ടെ പ്രഭുജി. ആരെങ്കിലും ഒരാൾ വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം. വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഭാവാർത്ഥം. ശരീരം അതായത് ക്ഷേത്രജ്ഞൻ ജീവാത്മാവും പരമാത്മാവും ഇവയെക്കുറിച്ച് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ് കർമ്മക്ഷേത്രം എന്ന ശരീരം. അതിൽ കുടികൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്ന വ്യക്തി ഗതജീവാത്മാവ് അഥവാ പുരുഷൻ ക്ഷേത്രജ്ഞന്മാരിൽ ഒരാളാണ്. മറ്റൊരു ക്ഷേത്രജ്ഞൻ പരമാത്മാവും. പരംപുരുഷനായ ഭഗവാന്റെ 2 വിധം പ്രത്യക്ഷീഭാവങ്ങളാണിവയെന്ന് ഓർക്കണം.
ജീവാത്മാവ് ഭഗവാന്റെ ശക്തി വിഭാഗത്തിൽ പെടുമ്പോൾ പരമാത്മാവ് സ്വയം വിസ്തരണത്തിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. സൃഷ്ടിക്ക് മുമ്പും അവ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഭഗവത്ചയിൽ നിന്നാണ് ഭൗതിക പ്രകൃതി പ്രത്യക്ഷീഭവിച്ചത്. ജീവാത്മാക്കളും അങ്ങനെ തന്നെ. ജീവസത്തകൾ ശ്രേഷ്ഠ ശക്തിയുടേതാണ്. വിശ്വസൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഭൗതിക പ്രകൃതി പരംപുരുഷനിൽ മഹാവിഷ്ണുവിൽ ലയിച്ചു കിടക്കുന്നു. സമയം വന്നപ്പോൾ മഹത്തത്വത്തിലൂടെ അത് വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെയായിരുന്നു. ജീവസത്തകൾ ബദ്ധരായതുകൊണ്ട് ഭഗവത് സേവനത്തിൽ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് പരമവ്യോമത്തിൽ പ്രവേശനമില്ലായിരുന്നു. ഭൗതിക പ്രകൃതിയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശനത്തിന് കളമൊരുക്കാൻ അവസരം നൽകി. ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. മൗലികമായി ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്നാംശമാണ്. നിശ്ചിതാത്മക സ്വഭാവത്താൽ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയി. പരമപുരുഷന്റെ ഈ ഉത്കൃഷ്ട സത്തകൾക്ക് ഭൗതിക പ്രകൃതിയുമായി എങ്ങനെ സമ്പർക്കമുണ്ടായി എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനെ എന്ത് കാരണം കൊണ്ട് സംഭവിച്ചു എന്നത് ഭഗവാന് മാത്രമേ അറിയാവൂ. ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഭഗവത് വചനം ധർമ്മഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഭൗതിക പ്രകൃതിയുടെ എല്ലാ രൂപാന്തരങ്ങളും സ്വാധീനതകളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണെന്നും ഇവിടെ ചേർത്ത ഏതാനും ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ജീവസത്തകളുടെ വൈവിധ്യവും രൂപാന്തരങ്ങളും ശരീര സംബന്ധികൾ മാത്രം. ചേതനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവസത്തകളും ഒന്നു തന്നെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഏത് ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറഞ്ഞു തുടങ്ങുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ? ഇനിയും ബാക്കിയുണ്ട് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് ജീവസത്തകൾ ഭൗതിക പ്രകൃതിയിൽ വന്നു എന്നുള്ളതിനൊരു ഉത്തരം ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അർജുനന്റെ ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളിലെ 2 ചോദ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചത് ഏതൊക്കെയാണ്? ക്ഷേത്രം, ക്ഷേത്രജ്ഞം, ജ്ഞാനം, ജ്ഞേയമാണ്. 2 കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയായിരുന്നു അത്? പ്രകൃതിയും പുരുഷൻ. പ്രകൃതി പുരുഷ. അതായത് ചോദ്യം 1ഉം 2ഉം. പ്രകൃതി എന്താണ്, പുരുഷ ആരാണ് എന്നുള്ളത് ഒരു ചോദ്യത്തിന് ഭഗവാൻ ഇനിയാണ് 20ാമത്തെ ശ്ലോകം മുതൽ 26ാമത്തെ ശ്ലോകം വരെയാണ് ഈ ഒരു സെക്ഷനിലാണ് അത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്താണ് പ്രകൃതി. ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. ജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇവിടെ പുരുഷ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരുഷം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഭഗവാൻ പറയുന്നു പ്രകൃതി ആയാലും പുരുഷ അല്ലെങ്കിൽ ജീവാത്മാവാണെങ്കിലും രണ്ടും അനാദി. അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തുടക്കമില്ല, അല്ലെങ്കിൽ അത് എന്നുമുണ്ട്, ശാശ്വതമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കാര്യം ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് അത് ശാശ്വതമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 5 കാര്യങ്ങൾ, 5 വിഷയങ്ങളിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം ശാശ്വതമാണ് എന്നുള്ളത്. ഏതാണ് ശാശ്വതമല്ലാത്തത്? ബാക്കിയൊക്കെ യെസ്. സോ പുരുഷ, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടിയുടെ സമയത്ത് ഭൗതിക പ്രകൃതിയും ജീവാത്മാവും ജീവജാലങ്ങളും ആക്ച്വലി ഭഗവാന്റെ മഹാവിഷ്ണുവിലുണ്ട്. ഭഗവാൻ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, സൃഷ്ടി നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത് രണ്ടും ഉണ്ട് മഹാവിഷ്ണുവിൽ. അപ്പോൾ സമയമാവുമ്പോൾ മഹാവിഷ്ണു ഇതിനെ പ്രകടമാക്കുന്നു മഹത്തത്വത്തിലൂടെ. അതാണ്
മഹത്വത്തിലൂടെ പ്രകൃതി വരുന്നു. പിന്നെ ആ പ്രകൃതിയിലേക്ക് ഭഗവാൻ ജീവജാലങ്ങളെ സീഡ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രകൃതി ആവട്ടെ, ജീവാത്മാവട്ടെ, ജീവജാലങ്ങളാവട്ടെ എല്ലാം ശാശ്വതമാണ്. ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ ശരീരത്തിൽ, മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിലിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെ കാര്യവും എങ്ങനെയാണ്? പ്രകടമാവുന്നു, അപ്രകടമാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശാശ്വതമാണ് എന്ന് പറയുന്നത്, എപ്പോഴും ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കാര്യം ദൈവിഹി ഏഷ ഗുണമയി, ഭഗവാന്റെ ശക്തിയാണ് പ്രകൃതി, അല്ലെങ്കിൽ ഈ മായാശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ഗുണമയി മമ മായ, ഭഗവാൻ പറയുന്നത് എൻ്റെ മായ എന്ന് തന്നെയാണ് പറയുന്നത്. പ്രകൃതി ആവട്ടെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തിയാണ്, ബഹിരാംഗ ശക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് അത് ശാശ്വതമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രസൻസ് ഈ ഭൗതിക ലോകത്തിൻ്റെ ഭാഗത്താണെന്ന് മാത്രം. അതാണ് അത്രയുള്ള വ്യത്യാസം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് മിഥ്യയല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള പല പ്രസ്ഥാനത്തിലെ ആളുകളും പറയുന്ന പോലെ ഇതെല്ലാം മിഥ്യയാണ്, ഇതൊന്നും സത്യമല്ല, നമ്മൾ സ്വപ്നം കാണുന്ന പോലെയാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ഇതൊരു സ്വപ്നമാണെന്ന് പറയും. ആക്ച്വലി സ്വപ്നമൊന്നുമല്ല. ഇത് ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രകടമാവുന്നു, അപ്രകടമാവുന്നു. അതായത് സൃഷ്ടി സംഹാരം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സൃഷ്ടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് മുഴുവനായിട്ട് നശിച്ചു പോകല ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, അപ്പോൾ അപ്രകടമാവുന്നു, സമയമാകുമ്പോൾ വീണ്ടും പ്രകടമാവുന്നു. ഈ ഒരു സൈക്കിളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഈ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യം ഇവിടെ പറയുന്നത്. പ്രകൃതിയാവട്ടെ, ജീവജാലങ്ങളാവട്ടെ. ഇനി പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെയാണ്. പുരുഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ, അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എല്ലാം എൻജോയ് ചെയ്യുന്ന വ്യക്തി, ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പുരുഷ എന്ന് പറയുന്ന വാക്ക് പ്രധാന പുരുഷ ഭഗവാനാണ്, സംശയമില്ല. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും കൺട്രോളർ, അദ്ദേഹമാണ് എല്ലാം പരിപാലിക്കുന്ന അദ്ദേഹമാണ്. ശരിയാണ് അല്ലേ? അപ്പോൾ ഭഗവാനാണ് ശരിക്കും പുരുഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിയായിട്ടുള്ള ആക്ച്വലി ആ അർത്ഥം നോക്കുമ്പോൾ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില കോണ്ടെക്സ്റ്റിൽ പുരുഷ എന്ന് പറയുമ്പോൾ ജീവാത്മാക്കളെയും പറയുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും വേറെയും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവാത്മാവാണെന്ന് മാത്രം. എന്തുകൊണ്ട് അവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു എന്തുകൊണ്ട് പുരുഷനെ വിളിക്കുന്നു എന്ന് വെച്ചാൽ, ജീവാത്മാവിനെ ഒരു ക്വാളിറ്റി, അതായത് ഭഗവാന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എൻജോയ് ചെയ്യാനുള്ള ക്വാളിറ്റി, എൻജോയർ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം എടുക്കുന്ന. ഭഗവാൻ ഉടമസ്ഥനാണ്. ആക്ച്വലി അദ്ദേഹം അങ്ങനെ അവകാശം എടുക്കേണ്ട കാര്യമില്ല. ഒറിജിനലി അദ്ദേഹമാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ. നമ്മുടെ ഉള്ളിലും ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ഇതെൻ്റെയാണ്, ഇതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ, എന്നൊരു തോന്നലുണ്ട്. ആ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മളെയും ചില സമയങ്ങളിൽ, ജീവാത്മാക്കളെയും ചില സമയങ്ങളിൽ പുരുഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വിളിക്കുന്നത്. ഇതാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് മാറുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ഭഗവാനായിരിക്കാം, ഒന്ന് ജീവാത്മാവായിരിക്കാം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ, അതാണ് ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ ഭാവാർത്ഥത്തിലൂടെ പ്രഭുപാദി പറഞ്ഞു തരുന്നതും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ രണ്ടും അനാദിയാണെന്ന് പറഞ്ഞു അല്ലേ? പ്രകൃതിയും പുരുഷം ചേവ, രണ്ടും അനാദി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്. അതിന് ഒരു തുടക്കം എന്ന് തുടങ്ങി എന്നുള്ളത് ആദിർ ഗോവിന്ദ അല്ലേ? അതിൻ്റെ ഒരു തുടക്കം എവിടെയാണെന്ന് അറിയില്ല. അതായത് എപ്പോഴും ഉണ്ട്, ഭഗവാന്റെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് നടക്കുന്നു. അപ്പോൾ വ്യത്യാസം പ്രകടം പ്രകടമാവുക അപ്രകടമാവുക, അതാണ് വ്യത്യാസമുള്ളൂ. അതാണ് ആകെ നടക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ജീവജാലങ്ങൾ, അപ്പോൾ നമ്മൾ ചോദിക്കും, ഇനി ഒരു സമയത്ത് ഒരു ചോദ്യം വരാം, ഒരു സമയത്ത് ജീവജാലങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഭൗതിക ലോകത്തിൻ്റെ ആവശ്യമില്ലാതെ വരുമോ ഭഗവാൻ എന്നുള്ളത്? അങ്ങനെ സംഭവിക്കുമോ? ഇനി എല്ലാവരും ഇവിടെയുള്ളവർ ആധ്യാത്മലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ആരും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും തോന്നുന്നുണ്ടോ? അങ്ങനെ വരെ ഉണ്ടാവില്ല. ഭഗവാൻ പുനഃസൃഷ്ടിക്കും. പിന്നെ
അല്ല, അങ്ങനെ വരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എല്ലാവരും അത്ര എന്ന് തോന്നുന്നില്ലേ? എല്ലാം ഇത് കാലിയായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് ശില ശ്രീ ചൈതന്യ മഹാപ്രഭു ശീല ഹരിദാസ് ഠാക്കൂർ നമ്മളുടെ കോൺവെർസേഷൻ ഉണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. അവിടെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മഹാപ്രഭു ചോദിക്കും ഇദ്ദേഹത്തോട്, ശില ഹരിദാസ് ഠാക്കൂറിനോട്. അങ്ങനെയാണെങ്കിൽ ഹരിദാസ് ഠാക്കൂറിനോട് പറയാം, താങ്കൾ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത കാര്യം ആരോ എന്തോ ചോദിച്ചപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ 3 ലക്ഷം നാമം 192 റൗണ്ട്സ് അദ്ദേഹം ചൊല്ലുന്നത് അദ്ദേഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 3 തരത്തിൽ അദ്ദേഹം ചൊല്ലുന്നത്. ഒന്ന് മാനസിക്, അതായത് മനസ്സിൽ മാത്രമാണ് അദ്ദേഹം ചാൻറ്റ് ചെയ്യുന്നത് സൈലൻ്റായിട്ട്. ഒന്ന് കുറച്ച് ശബ്ദത്തിൽ, കുറച്ച് ശബ്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം കേൾക്കുന്ന രീതിയിൽ, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ. പിന്നെ ഉറക്കെ കീർത്തനമായിട്ടും അല്ലെങ്കിൽ ഉറക്കെ ജപിക്കുന്നു. വാചിക്, മാനസിക്, ഉപാംശു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാ ഉറക്കെ ജപിക്കുന്നത്? കാര്യം ഒരുപാട് ജീവജാലങ്ങൾ ചുറ്റുമുണ്ട്, കുറേ ജീവജാലങ്ങളെ നമ്മൾ കാണുന്നില്ല. എല്ലാവർക്കും ഉപകാരമാവട്ടെ, എല്ലാവർക്കും ലിബറേഷൻ കിട്ടട്ടെ, എല്ലാവർക്കും മുക്തി കിട്ടട്ടെ, നാമത്തിൻ്റെ ശക്തി എല്ലാവരിലും എത്തട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ അപ്പോൾ അവരുടെ കോൺവെർസേഷനിൽ ഒരിക്കൽ ഈ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, ആക്ച്വലി കാര്യം ജീവജാലങ്ങൾ നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ എണ്ണാൻ പറ്റുന്നതല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, കുറേ ആൾക്കാർ പോകുന്നുണ്ടാവും, പക്ഷേ ഇവിടെ ആളുകൾ കുറയുന്നുണ്ടാവും, പക്ഷേ അതിനനുസരിച്ച് ആളുകളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ കാലിയാവണമെന്ന പ്രശ്നവുമില്ല, അവിടെ ഫുള്ളാവുന്ന പ്രശ്നവുമില്ല, രണ്ടുമില്ല. അവിടെ ഫുള്ളാവില്ല, ഇവിടെ കാലിയാവുന്നുമില്ല. എന്നാലും ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ പോയിട്ടുള്ളവർ തിരിച്ചു വരുന്നുമില്ല. അങ്ങനെയാണ്. അപ്പോൾ വളരെ എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ബട്ട് അങ്ങനെയാണ്. എന്തായാലും നമുക്കിവിടെ നിന്ന് പോകാൻ നോക്കാം. നമുക്കിനി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഈ ലോകം നമ്മൾ ഇനി തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ തിരിച്ചിവിടെ ജനിക്കാനും മരിക്കുവാനും ഈ ചക്രത്തിൽ കറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഈ ചക്രം ഇവിടെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യേണ്ടത്. അടുത്ത ശ്ലോകം 21. ഓക്കെ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഹരേ കൃഷ്ണ. കാര്യകാരണകർത്തൃത്വേ ഹേതുപ്രകൃതിരുച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിർ ഉച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതു ഉച്യത്തെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. കൃഷ്ണ ജി. കൃഷ്ണ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കെ ജെ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. ഭാവാർത്ഥം.
ജീവികൾക്ക് ദേഹേന്ദ്രിയാദികളിലുള്ള വൈവിധ്യത്തിന് കാരണം ഭൗതിക പ്രകൃതിയാണെന്ന് പറയുന്നു. വിഭിന്ന ആകൃതിയിലുള്ള 84 ലക്ഷം ജീവികളുണ്ട്. പ്രപഞ്ചത്തിൽ പ്രകൃതി സൃഷ്ടങ്ങളാണ് ഇവയെല്ലാം. ഓരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്ന ജീവാത്മാവിന്റെ വ്യത്യസ്ത ഭോഗക്രിയകളിൽ നിന്ന് അവ ഉടൽക്കൊള്ളുന്നു. വിവിധ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് നാനാവിധങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഭൗതിക സുഖദുഃഖങ്ങൾക്ക് കാരണം ശരീരമാണ്, ആത്മാവല്ല. ജീവാത്മാവിന്റെ സ്വാഭാവിക അവസ്ഥയിൽ അതിന് ആനന്ദം അനുഭവിക്കാമെന്നതിന് സംശയമില്ല. അതുകൊണ്ട് അതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയൊന്നില്ല, വിശുദ്ധമാണത്. ഭൗതിക പ്രപഞ്ചത്തിലാവട്ടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ഏവരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ മൂലമാണ് ഈ ശരീരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങൾ എത്ര ഇന്ദ്രിയങ്ങൾ. ശരീരവും അതിന്റെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളും ഭൗതിക പ്രകൃതിയുടെ ഉപഹാരങ്ങളാണ്. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ തന്റെ ആഗ്രഹങ്ങളും ഭൂതകാല കർമ്മങ്ങളും അനുസരിച്ച് അനുഗ്രഹീതങ്ങളോ ശബ്ദങ്ങളോ ആയ പരിതസ്ഥിതികൾ ജീവാത്മാവിന് ലഭിക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് ഓരോ വ്യക്തിയെയും ഭൗതിക പ്രകൃതി തനതായ വാസസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. സ്വന്തം വാസസ്ഥാനങ്ങളെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തിരഞ്ഞെടുക്കുകയാണ്. ഒരു പ്രത്യേകതരം ശരീരം സ്വീകരിച്ച ശേഷം ജീവൻ പ്രകൃതിക്ക് അധീനനായി തീരുന്നു. ശരീരം ഭൗതികമാകിയാൽ അതിന് ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. തത്സമയം ആ നിയമത്തെ ലംഘിക്കുവാനുള്ള ശക്തി ജീവസത്തയ്ക്കില്ലതാനും. ഒരു ജീവാത്മാവിനെ നായയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. ഉടനെ ആ ജീവൻ നായയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങും. അതിന് മറ്റൊരു വിധത്തിൽ പെരുമാറാനാവില്ല. ഒരു പന്നിയുടെ ദേഹത്തിലാണ് അകപ്പെട്ടതെങ്കിൽ ഒരു പന്നിയെ പോലെ ജീവിക്കാനും അമേദ്യം ഭക്ഷിക്കാനും നിർബന്ധിതനായി തീരുന്നു. ഒരു ദേവന്റെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട ജീവാത്മാവിന് ദേവോചിതമായി പെരുമാറാനിട വരുന്നു. പ്രകൃതി നിയമമാണിത്. പക്ഷെ ഏതു ശരീരത്തിലായാലും ചുറ്റുപാടിലായാലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവുമുണ്ട്. മുണ്ടകോപനിഷത്ത് 3:11 പറയുന്നു, ദ സുപർണ സയുജ സഖായഹ. ഭഗവാന് ജീവനോട് അത്യന്തം കനിവുള്ളതുകൊണ്ട് എവിടെയും എപ്പോഴും പരമാത്മ രൂപേണ കൂടെ നിൽക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. പ്രകൃതിയും ജീവയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. അവിടെ പറയുന്നു പ്രകൃതിയാണ്. എന്താണ് പ്രകൃതി? പ്രകൃതി, ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഹേതു ആണ്. അതേപോലെ തന്നെ ഹേതു മാത്രമല്ല അതിൻ്റെ റിസൾട്ടും രണ്ടും. അതാണ് പറയുന്നത്. പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ എന്ന് ഉദ്ദേശിച്ച് പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. എന്നാൽ പുരുഷ എന്ന് പറഞ്ഞ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവാത്മാവ് ആണ്, അല്ലെങ്കിൽ ജീവാണ്. ഈ ജീവജാലങ്ങളാണ് പുരുഷൻ എന്ന് പറയുന്നത്. അവരാണ് എന്തിൻ്റെ ഹേതു? അവനവൻ്റെ സന്തോഷത്തിനും അവനവൻ്റെ ദുഃഖത്തിനും കാരണം പുരുഷനാണ്, അല്ലെങ്കിൽ ഈ ജീവാത്മാവാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെയും അതിൻ്റെ ഹേതു ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഭൗതിക, അതായത് ഉദാഹരണത്തിന് ഭൗതിക ത്രിഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ അടുത്ത ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. എന്നാൽ പുരുഷ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം ചിലപ്പോൾ വരുന്നു, ദുഃഖം വരുന്നു, പല അവസ്ഥകൾ കാണാം അല്ലേ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ കാരണം ആരാണ്? ജീവജാലങ്ങളാണ്, പുരുഷരാണ്. പുരുഷ സുഖ ദുഃഖാനം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. അപ്പോൾ അതിൻ്റെ ഹേതു, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഹേതു പുരുഷ അല്ലെങ്കിൽ ജീവജാലങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആക്ച്വലി പ്രകൃതിയുടെയും ജീവയുടെയും അല്ലെങ്കിൽ ജീവജാലത്തിൻ്റെയും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. പ്രകൃതി ആണ് ജീവജാലങ്ങൾക്ക് ശരീരം കൊടുക്കുന്നത് അല്ലേ. അത് നമുക്കറിയാം. നമുക്ക് ഈ മൂലകങ്ങൾ ഉപയോഗിച്ച്, പഞ്ചഭൂതങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ശരീരം കിട്ടുന്നത് എവിടെ നിന്നാണ്? ജീവജാലങ്ങൾ കിട്ടുന്നത് പ്രകൃതിയാണത് കൊടുക്കുന്നത്. അതേപോലെ ത്രിഗുണങ്ങൾ പ്രകൃതിയുടേതാണ് അല്ലേ. അപ്പോൾ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരീരം കിട്ടുന്നതൊക്കെ. അതേപോലെ ഇന്ദ്രിയങ്ങളും കിട്ടുന്നത് ശരീരമാവട്ടെ, ഇപ്പോൾ കാരണ ഇതെല്ലാം അതായത് ഇന്ദ്രിയങ്ങൾ,
ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് സുഖവും ദുഃഖവും നമുക്ക് തിരിച്ചറിയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ വേറെന്താണ് പറയുന്നത്? കാര്യകാരണ കാർത്തൃത്വേ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണ കാർത്തൃത്വേ, അല്ലേ? അതെന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് മലയാളത്തിൽ ഉത്തരം മീനിങ് എഴുതിയിട്ടുള്ളത്? നോക്കൂ, വായിച്ചു നോക്കൂ. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവയിൽ കാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം. കാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത്. കാര്യം ചെയ്യുന്ന പ്രവൃത്തിയാണോ? ആ വേർഡ് ടു വേർഡ് മീനിങ് വായിച്ചു നോക്കൂ. ഹേതുവെന്ന് ആരെങ്കിലും ഒരാള് കാര്യം, കാരണം, കർത്തൃത്വം, ഇവയിൽ ഏതാണ് മീനിങ്? കാര്യം, കാരണം, കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഇവയിൽ കൊടുത്തിരിക്കുന്നത് ആണോ? ഓക്കെ. കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത്. ഒരു എന്ത് കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും, അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ? കാരണം ഉണ്ടാവും, എല്ലാത്തിനും ഒരു കോസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളിരിക്കുന്നു, നമ്മൾക്ക് ഇങ്ങനെ ഒരു ശരീരം കിട്ടാൻ അതിനൊരു കാരണമുണ്ട്, ഒരു റീസണുണ്ട്. അപ്പോൾ ആ റീസൺ ഒന്ന്, പിന്നെ അതിൻ്റെ എഫക്റ്റ് എന്താണ്? ആ കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ടുണ്ട്, അതാണ് നമ്മുടെ ശരീരം. അപ്പോൾ അതേപോലെയാണ് എല്ലാം. അതേപോലെ ഇവിടെ പറയുന്നത് ഈ പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയാണ് ശരീരം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രകൃതിയാണ് ജീവയ്ക്ക് ശരീരം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരീരത്തെ കാര്യ എന്ന് പറയുന്നു. കാര്യം അതാണ് അതിൻ്റെ എഫക്റ്റ്, റിസൾട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ സെൻസസ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അതിനെ കാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സന്തോഷം, ദുഃഖം എന്ന് പറയുന്ന പല കാര്യങ്ങളും, പല ഫീലിങ്സും നമുക്ക് വരുന്നു. ഇതൊക്കെ എഗെയിൻ കൊടുക്കുന്നത് പ്രകൃതി തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജീവയ്ക്ക് എന്തുകൊണ്ട് ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ എന്തുകൊണ്ട് ദുഃഖം, ഇതെങ്ങനെ തോന്നുന്നു? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഈ ശരീരത്തെ അവർ സ്വന്തം ആണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പ്രകൃതിയാണ് ശരീരത്തെ കൊടുക്കുന്നത്, സംശയമില്ല. പക്ഷെ ജീവയുടെ പ്രശ്നം എന്താ വെച്ചാൽ ജീവ അതിനെ തെറ്റിദ്ധരിക്കുന്നു. ജീവ ആ പ്രകൃതി കൊടുക്കുന്ന ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും സ്വീകരിക്കുന്നു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പിന്നെ ഇത് ഞാനാണെന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷനിൽ അവരിയ്ക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, കുറച്ചും കൂടെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ജീവാത്മാക്കൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിലിരിക്കാനുള്ള കാരണം തന്നെ നമ്മൾ ഈ എൻജോയ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത്. ഈ ഭൗതിക പ്രകൃതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ എൻജോയ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ശാശ്വത കാലത്ത് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയല്ല എന്നിവിടെ എടുത്ത് പറയുന്നു. ആധ്യാത്മിക ലോകത്തിൽ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ വേറെ ഇവിടെ ചെയ്യുന്ന പോലെ ഇവിടെ സുഖങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓടുവാണ്, അല്ലേ? പലതും ചെയ്യുന്നു. എന്നാൽ ആ സുഖങ്ങളൊന്നും എല്ലാം താൽക്കാലിക സുഖങ്ങളാണ്, അതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല, രണ്ട് ഭൗതിക തലത്തിലുള്ളതാണ്, അല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ സുഖിക്കാനുള്ളൊരു ടെൻഡൻസി എല്ലാവരിലും ഉണ്ട്. അത് സച്ചിത് ആനന്ദം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മൾ സുഖം തേടുന്ന സ്ഥലം മാറിപ്പോയെന്ന് മാത്രം. അതാണ് ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
അടുത്ത ശ്ലോകങ്ങളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്, പ്രഭുപാജി പറയുന്നുണ്ട് അവിടെ എങ്ങനെ ഈ ശരീരങ്ങൾ വേറെ വേറെ കിട്ടുന്നു എന്നുള്ളത്. ഇനിയാണ് അടുത്ത ശ്ലോകം മുതലാണ് ത്രിഗുണങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുവരെ ആ ടോപ്പിക്കിലേക്ക് അധികം കയറിയിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, എങ്ങനെ ഓരോ ആളുകൾക്ക് വേറെ വേറെ ശരീരം കിട്ടുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രകൃതി കൊടുക്കുന്നത്. പ്രകൃതി വെറുതെ കൊടുക്കുന്നതല്ല, പ്രകൃതിയാണ് ശരീരം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് വെറുതെ കൊടുക്കുമല്ല, അതിന് റീസൺ ഉണ്ട്, അല്ലെങ്കിൽ അത് എന്തനുസരിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ പ്രഭുപാജി ഇവിടെ പറയുന്നു, പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ ഒരു നിയമം അനുസരിച്ച് നോക്കുവാണെങ്കിൽ, ഈ പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് ഓരോരുത്തർക്ക് ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ ഏത് ശരീരമാണ് കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെരുമാറേണ്ടി വരും. ഇപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയതുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. ഇനി ദേവതമാരുടെ ശരീരമാണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും. നായയുടെ ശരീരമാണെങ്കിൽ നമ്മൾ കുരയ്ക്കും. പന്നിയുടെ ശരീരമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും, ആവശ്യമില്ലാത്തത് കഴിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആ സമയത്ത് നമ്മൾ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നമുക്കതിനുള്ള ബോധമൊന്നും ഉണ്ടാവില്ല, അല്ലേ? ആ ശരീരം പ്രത്യേകിച്ച് എന്ത് ശരീരമാണ് കിട്ടുന്നത് അതനുസരിച്ച് നമ്മുടെ നേച്ചർ അതായി മാറുന്നു. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ആക്ച്വലി നമ്മൾ ശരിക്കും ജീവാത്മാവും പ്രകൃതിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ വരുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. ആക്ച്വലി നമുക്ക് ഒരു ആവശ്യമില്ല ഇതിൻ്റെ. ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴികൾ നോക്കിയാൽ മതി. ഇവിടെ തന്നെ എൻജോയ് ചെയ്താനിരിക്കുമ്പോഴാണ് ഈ ഒരു രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആവുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോകുന്നു നമ്മൾ. അടുത്ത ശ്ലോകം, പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജ്ഞാൻ ഗുണാൻ കാരണം ഗുണസംഗസ്യ സത് അസത് യോനി ജന്മസു. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസദ്യോ നിജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസദ്യോ നിജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സപസദ്യോ നിജന്മസു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോ അസ്യ സത് അസോദ്യാനി ജന്മസു. ഹരേ കൃഷ്ണ. ഓക്കെ, യെസ്, വായിക്കുകയാണെങ്കിൽ വായിച്ചോളൂ ശ്ലോകം, കുഴപ്പമില്ല. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസദ്യ യോനി ജന്മസു. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. വായിക്കൂ. ഹരേ കൃഷ്ണ. മധുജി വായിക്കണ്ട, വായിച്ചോ അല്ലെങ്കിൽ? ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ ആണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ഭാവാർത്ഥം. സുപ്രധാനമായ ഈ ശ്ലോകം ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന അറിവ് നൽകുന്നുണ്ട്. ഉടുപ്പ് മാറുന്നത് പോലെയാണ് ജീവാത്മാവ് ശരീരങ്ങളെ മാറിയെടുക്കുന്നതെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ ഉടുപ്പ് മാറലിന് കാരണം ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. ഈ മിഥ്യയായ പ്രത്യക്ഷീഭാവത്താൽ ആകർഷിക്കപ്പെടുന്ന കാലത്തോളം ഇങ്ങനെ ജന്മമരണങ്ങളിലൂടെ പരമ്പരയിൽപ്പെട്ട് ഉഴലാതെ നിവൃത്തിയില്ല. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആകാംക്ഷ മൂലമാണ് ജീവൻ ഈ അനിഷ്ട പരിതസ്ഥിതിയിലാക്കപ്പെട്ടത്. ഭൗതിക തൃഷ്ണയുടെ പ്രേരണ മൂലം ജീവാത്മാവ് ചിലപ്പോൾ ദേവനാവും, മറ്റു ചിലപ്പോൾ മനുഷ്യനും, ചിലപ്പോൾ വന്യമൃഗവുമായേക്കാം. പക്ഷിയായും പുഴുവായും ജലജന്തുവായും പുണ്യാത്മാവായും മൂട്ടയായി പോലും ചിലപ്പോൾ പിറന്നുവെന്ന് വരാം. ഇത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതു രൂപമെടുത്താലും തന്റെ പരിതസ്ഥിതികൾ
കളുടെ ആധിപത്യം തനിക്ക് തന്നെയാണെന്ന് ജീവൻ കരുതുന്നു. എന്നാൽ അത് ഭൗതിക പ്രകൃതിക്ക് അധീനനാണെന്നത്രേ സത്യം. എങ്ങനെ ഈ വിഭിന്ന ശരീരങ്ങളിൽപ്പെട്ടു പോകുന്നുവെന്ന് വിവരിച്ചു കഴിഞ്ഞു. ഭൗതിക പ്രകൃതി വ്യത്യസ്ത ഗുണങ്ങളുമായുള്ള വീഴ്ചയാണിതിന് കാരണം. അതിനാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മിക അവസ്ഥയിൽ എത്തണം. അതിനെ കൃഷ്ണാവബോധം എന്ന് പറയുന്നു. കൃഷ്ണാവബോധം ഉദിക്കാത്തവരെ ഭൗതികതാബോധം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ നിർബന്ധിക്കുന്നു. സ്മരണാതീത കാലം മുതൽക്കേ തന്നിൽ അടിഞ്ഞു കിടക്കുന്ന ഭൗതിക വാഞ്ചകളാണ് ഇതിന് കളമൊരുക്കുന്നത്. ഈ ധാരണ അയാൾ തുടച്ചു നീക്കണം. ആധികാരിക സ്രോതസ്സുകളിൽ നിന്ന് കേട്ടറിയുന്നത് കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഒരു ഉത്തമ ഉദാഹരണം ഇതാ. അർജുനൻ കൃഷ്ണനിൽ നിന്ന് ദൈവശാസ്ത്രം കേട്ടറിയുന്നു. ഈ ശ്രവണ പ്രക്രിയയ്ക്ക് വിധേയനാകുന്ന ജീവാത്മാവിൽ നിന്ന് ഏറെക്കാലമായി തന്നിൽ വേരൂന്നി നിൽക്കുന്ന ആഗ്രഹം, ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന വാശി താനെ മാഞ്ഞുപോകും. ആ ആധിപത്യ ഭ്രമം ചുരുങ്ങുന്നതിനോടൊപ്പം അതേ അളവിൽ ആത്മീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. ഭഗവത് സാമീപ്യത്താൽ ഒരാൾ എത്രമാത്രം ജ്ഞാനിയായി തീരുന്നു അത്ര തന്നെ സച്ചിദാനന്ദം അനുഭവിക്കുന്നുവെന്ന് വേദോക്തിയുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണിത്. ഈ ശ്ലോകം പുരുഷ പ്രകൃതി സ്തോഹി, അതായത് ജീവജാലം, ഭൗതിക ശരീരത്തിലിരിക്കുന്ന ജീവജാലം, ഭുങ്ക്തെ പ്രകൃതി ജാൻ ഗുണാൻ, ഭുങ്ക്തെ ചിന്തിക്കുന്നു, അതായത് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഈ എൻജോയ്മെൻ്റ് വരുന്നത്? എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? മൂന്ന് ഗുണങ്ങൾ കാരണമാണ്. ഈ മൂന്ന് ഗുണങ്ങൾ എവിടെ നിന്ന് വന്നു? പ്രകൃതിയിൽ നിന്ന് വന്നു. ഭുങ്ക്തെ പ്രകൃതി ജാൻ ഗുണാൻ, പ്രകൃതിയിൽ നിന്ന് വരുന്ന ത്രിഗുണങ്ങൾ കാരണം ഈ ജീവജാലങ്ങൾ ഇവിടെ ഭുങ്ക്തെ എൻജോയ് ചെയ്യാൻ നോക്കുന്നു. കാരണം ഗുണസംഗസ്യ, കാരണം വേറൊന്നുമല്ല, ഈ മൂന്ന് ത്രിഗുണങ്ങളുടെ ഒരു സമ്പർക്കം വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സദ് അസദ് യോനി ജന്മസു. അപ്പം ഈ ഗുണങ്ങളുമായിട്ട് സമ്പർക്കം വരുമ്പോഴാണ് സദ് അസദ് യോനി, നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് പ്രഭുജിയുടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്, ചില സമയത്ത് നമ്മൾ ദേവതമാരുടെ ശരീരത്തിലായിരിക്കും, ചില സമയത്ത് മനുഷ്യരായിരിക്കും, ചില സമയത്ത് മൃഗങ്ങളുടെ ശരീരമായിരിക്കും, പക്ഷികളായിരിക്കാം, പുഴുവായിരിക്കാം, അങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? നമ്മളിലുള്ള ഭൗതികമായിട്ടുള്ള ഇച്ഛകൾ അനുസരിച്ച്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധമുള്ളത്? നമ്മുടെ ഗുണങ്ങൾ, സത്വഗുണം, രജഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളുടെ അധീനതയിൽ വരുമ്പോൾ, ഗുണങ്ങളുമായിട്ട് സമ്പർക്കം വരുമ്പോൾ പല പല ആഗ്രഹങ്ങൾ അതനുസരിച്ച് വരുന്നു. പിന്നീട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, ശരീരങ്ങൾ കിട്ടുന്നത് ആ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നല്ല രീതിയിൽ മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ അതനുസരിച്ച് നല്ലൊരു മാംസം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിംഹത്തിൻ്റെയോ ഒരു പുലിയുടെയോ ശരീരം നമുക്ക് തരും. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും. സോ നമ്മളെന്താഗ്രഹിക്കുന്നു, അതുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത് ഓർക്കുക. ശിലപ്രഭാജി പറയുന്നു, അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഓരോ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊരു അവസാനമില്ല. എന്നാൽ ഇതിനൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. ആ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനുള്ള ഒരു വഴിയാണ് കൃഷ്ണാവബോധം. അതാണ് പ്രഭുജി പറയുന്നത്. കൃഷ്ണാവബോധം അല്ലാതെ ഒന്നും നമ്മളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ശരീരം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് മനുഷ്യ ശരീരമുണ്ട്, നാളെ എന്ത് ശരീരം കിട്ടും നമുക്കറിയില്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഭഗവാനും ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് ഭഗവാൻ പോകുന്നതും ഇനി പറയാൻ പോകുന്നതും അത് തന്നെയാണ്. ഓൾറെഡി ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ഭക്തിയോഗ സെക്ഷനിൽ മുഴുവനും ഭഗവാൻ ഭക്തിയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ജ്ഞാനയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. അപ്പോൾ പക്ഷേ എന്നാലും ഇതിൻ്റെയൊക്കെ കൺക്ലൂഷനിലേക്ക് ഭഗവാൻ എത്തിക്കുന്നത്, ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്നത് ഭക്തിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭഗവാൻ ഈ ആശയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രഭുപാദജി പറയുന്നു അവസാന ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത്, അങ്ങനെ ഒരു ജീവജാലം
കേൾക്കുവാൻ അർജുനൻ കേൾക്കുന്നത് പോലെ ഭഗവാനിൽ നിന്ന്, അതായത് കൃഷ്ണൻ ഭഗവാനിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കും, ശാസ്ത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അർജുനൻ്റെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി അർജുനനെ പോലെ നമ്മളും ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്കും ഈ കാലചക്രത്തിൽ നിന്ന്, ഈ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ആധ്യാത്മിക ലോകത്തിലെ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ ഉള്ള അവസരം നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് ഇത് കേൾക്കാൻ ആദ്യം ചെവി കൊടുക്കുക എന്നുള്ളത്, അത് കേൾക്കുവാനുള്ളൊരു ഇൻട്രസ്റ്റ് എടുക്കുക എന്നുള്ളത്. സോ ശാസ്ത്രങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. ഗുരു സാധു ശാസ്ത്രം പറയുന്നതനുസരിച്ച് അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശ്രീ ഭഗവത്ഗീത की जय. जगतगुरु शीला प्रभुपाद की जय. समवेद गौर भक्त वृंद की जय. श्रील गुरुदेव की जय. गौर प्रेमानंदी. थैंक यू. हरे कृष्ण.